എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? അവര് കരയും ചന്ദ്ര. മകന്റെ ജീവന് ഭീഷണി ഉയർന്ന ഏതമ്മയും കരയും. ഒന്നുമില്ലെന്നേ. ചെറിയപള്ളി മുകുന്ദനും സദാനന്ദനും പിന്നെ വേറെ 3 പേര്. ആരാ വേറെ 3 പേര്? ഇവിടെങ്ങ് മുമ്പ് കണ്ടിട്ടുള്ളവരല്ല, പക്ഷെ വല്ലാത്ത ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ സംഭവത്തിന് തൊട്ടു പിറകെ ഐജിയുടെ മെസ്സേജ് എത്തി, കുഴപ്പമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു. മെസ്സേജുകൾ ഇനിയും വരും. അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യൽ, ട്രാൻസ്ഫർ, അങ്ങനെ പല രൂപത്തിൽ. എന്തൊക്കെ ആക്ഷൻ എടുത്താലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. എനിക്കറിയണം അവന്മാർ ആരാണെന്ന്. സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്താലും ശരി, പൊക്കിയിരിക്കും ഞാൻ അവന്മാരെ. ഇതിന്റെ പേര് ആവേശമെന്നല്ല, വിവരക്കേട്. ശത്രുവിന്റെ വലുപ്പം അറിഞ്ഞു വേണം പ്രതിക്രിയ. SP ഓഫീസിൽ കയറി വന്ന് അതിക്രമം കാണിക്കണമെങ്കിൽ ശത്രു നിസ്സാരക്കാരനല്ല. അവനെതിരെ പടക്കിറങ്ങുമ്പോ ഗൃഹപാഠം ചെയ്യണം ഒരുപാട്. മാധവട്ടം പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛാ, ഈ അമ്മയുടെ കണ്ണിന്ന് ഇനി ഇങ്ങനെ കണ്ണീര് വീഴാൻ പാടില്ല. പക്ഷെ അതേസമയം ചെറിയ പുള്ളിക്കാരുടെ അറിവോടെ നടന്ന ആംബുലൻസ് കേസ് തേഞ്ഞു മാഞ്ഞു പോകാനും പാടില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ അഡ്വക്കേറ്റ് ഏറാടിയങ്കിളിനെ വിളിക്കണം. SP സാറിനെ കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. സെക്ഷൻ 164 ആ വകുപ്പ് പ്രകാരമായിരിക്കണം മൊഴി. അങ്ങനെ ഒരു മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ അത് ആർക്കും തിരുത്താനോ അട്ടിമറിക്കാനോ കഴിയില്ല. വലിയ അന്വേഷണം ഉണ്ടാവും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇടപെടും. ചാരടി, എന്താണോ നോക്കി നിൽക്കുന്നത്? ഏറാടിയെ വിളിച്ചു. ഒരു തരി മണ്ണ് വീഴാതെ SP സാറിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്ന കാര്യം ഈ ജമാൽ ഏറ്റു.